അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് കൂട്ടുകാർ 2 മാസം മുന്നേ ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. OnePlus 10 Pro ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കാൻ തന്നെ മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാര്യങ്ങൾ ഫോണോ വല്ല എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഇത് ബോക്സും ചാർജറൊക്കെ വാങ്ങിച്ച് വയ്ക്കുക. നമുക്കിപ്പോൾ പറ്റിയ അബദ്ധമാണ്. കാരണം നമ്മൾ ആദ്യമേ പോയിട്ട് അന്ന് ബോക്സും ചാർജറൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നാളെ അവർക്ക് കഴക്കൂട്ടത്ത് റൂട്ടുണ്ട്, അപ്പോൾ അവർ കൊണ്ടെത്തിച്ചേരാന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവർ 2 ദിവസം കൊണ്ട് വിളിക്കുന്നത് അവർ പറയും നാളെ എത്തിക്കുക. ഇതുവരെ സാധനം എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം നമ്മളിപ്പോൾ ഫോൺ എടുത്തത് സിറ്റിന്നാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു 10-20 കിലോമീറ്റർ അതുകൊണ്ടല്ല, ഒരു അറൗണ്ട് 20 കിലോമീറ്ററിനകത്ത് വൺ സൈഡ് ഉണ്ട്. അപ്പോൾ ഒരു 40 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് അന്ന് പോയത് നമുക്ക് ഫോൺ എടുക്കാറുണ്ടെങ്കിൽ പറയാം. ഇതിപ്പോൾ നമുക്ക് നഷ്ടത്തിലാണ് അവർ പറഞ്ഞത്. നമുക്ക് പെട്രോൾ അടി ചിലവ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് ആദ്യമേ നിങ്ങൾ നോക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഫോൺ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഫോൺ എടുക്കും. അപ്പോൾ ഫോൺ എടുത്തിട്ട് അവർ പറഞ്ഞ ക്ലീൻ സെറ്റാണ്, ഓപ്പൺഡ് അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ഐക്യൊരു ഫോണായിരുന്നു. അപ്പോൾ അത് നമുക്ക് അറിയാത്തുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. കാരണം അയാൾ ഈ ഫോൺ കടയിൽ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാർ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. കാരണം പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ക്യാമറയ്ക്കകത്ത് ടെസ്റ്റ്. അപ്പോൾ ഈ ക്യാമറയ്ക്കകത്ത് ടെസ്റ്റ് വരണമെങ്കിൽ ഇത് ഓപ്പൺഡ് പീസുകളിൽ മാത്രമേ ക്യാമറയ്ക്കകത്ത് ടെസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കാൻ നേരത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതിപ്പോൾ ഏത് കമ്പനി ആയിക്കോട്ടെ, ക്യാമറയ്ക്കകത്ത് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺഡ് പീസാണെന്ന് നിങ്ങൾ അപ്പോഴേ നോക്കിക്കോണം. കാരണം പിന്നീട് അവർ നമ്മൾ എടുത്തിട്ട് പിന്നീട് ഇതിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സംഭവിച്ചില്ല. കാരണം നമ്മുടെ ഭാഗത്തുള്ള ഫാൾട്ടാക്കി അവർ കാണിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ കൊടുത്ത പൈസയ്ക്ക് ഇന്നത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ നോക്കിയാൽ പോലും ഇപ്പോൾ നമ്മളൊരു 30,000 രൂപ എടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 20 രൂപയായിരിക്കും നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാൻ നിർത്തും. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് ഇത് ചാർജർ കിട്ടുമോ ഇല്ലയോ നോക്കാം. ബാക്കി വീഡിയോ. അപ്പോൾ ഫൈനലി നമ്മുടെ ബോക്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ബോക്സും ചാർജറും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളോട് ചെന്നപ്പോൾ തന്നെ അവർക്ക് നമ്മളെ മനസ്സിലായി നമ്മൾ ബോക്സും ചാർജറിനും വേണ്ടി വന്നതാണെന്ന് അവർ കാര്യമേ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഇനി ഫോൺ എടുക്കാൻ പോകുന്നത് യൂസ്ഡ് ഫോണോ കാര്യങ്ങൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മാക്സിമം ആക്സസറീസ് എല്ലാം അന്ന് തന്നെ വാങ്ങിക്കാൻ നിൽക്കുക. കാരണം രണ്ടാമത് പിന്നെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് ചില ആൾക്കാർ സമ്മതിച്ച് തരത്തില്ല. കാരണം ഇതിൽ നമുക്കിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ വേറെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല, ബില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാം നിങ്ങളെല്ലാം വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺഡ്.